ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ലെറ്റ്സ് ഡീകോഡ് കൊണാമി. യെസ് ഗായ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കൊണാമിയുടെ 5ഓളം മൈൻഡ് ഗെയിമിനെ കുറിച്ചാണ്. ഈ ഒരു 5 പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 5ഓളം കാര്യങ്ങളാണ്. സോ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊണാമിയുടെ ട്രംപ് കാർഡിനെ കുറിച്ചാണ്. ഈ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത് കൊണാമി നോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രീമിയം കാർഡ്സുകളെ പോലെയല്ല, കൊണാമി അത്രയും ഹൈപ്പായിട്ട് കൊണ്ടുവരുന്ന കാർഡുകളെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ കാർഡിൽ ഉൾപ്പെടുന്നത് നമ്മുടെ സാമുൽ എട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സുവാരസ്, നെയ്മർ, അതുപോലെ തന്നെ നമ്മുടെ മെസ്സിയുടെ കാർഡ്, അതുപോലെ തന്നെ റുമ്മി, ഷെവ് തുടങ്ങിയ കാർഡുകളാണ് കൊണാമിയുടെ ട്രംപ് കാർഡുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാർഡുകളുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ കൊണാമി അത്രയും ഗെയിമിൽ ഹൈപ്പ് കൊടുക്കുന്ന കാർഡുകളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാർഡുകളായിരിക്കും ഈ പറയുന്ന കൊണാമിയുടെ ട്രംപ് കാർഡുകൾ എന്ന് പറയുന്നത്. ഈ കാർഡുകൾ കൊണാമി ഗെയിമിൽ എപ്പോൾ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണാമിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ, അതായത് കൊണാമി കൊണ്ടുവന്നേക്കുന്ന എന്തെങ്കിലും ഒരു കാരണത്താൽ യൂസേഴ്സ് ഗെയിമിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കോയിൻ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു റേഷ്യോയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കൊണാമി അവരുടെ ട്രംപ് കാർഡുകളെ പുറത്തെടുക്കും എന്നുള്ളതാണ്. അതിൻ്റെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് കൊണാമി അവരുടെ കോയിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത ടൈമിൽ ഒരുപാട് പേര് കോയിൻ പർച്ചേസ് ചെയ്യുന്നത് ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊണാമിയുടെ ആ ഒരു കോയിൻ പർച്ചേസിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ താഴോട്ട് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് കൊണാമി നമ്മുടെ റുമ്മിയുടെ പുതിയ കാർഡ് ഗെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊണാമിയുടെ ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കൊണാമി ഇതുപോലുള്ള ട്രംപ് കാർഡുകളെ ഗെയിമിൽ കൊണ്ടുവന്നേക്കുന്നത്. ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന കാർഡുകളായിരിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പ് ജനറേറ്റ് ചെയ്യുന്ന കാർഡുകളായിരിക്കും ഈ പറയുന്ന ട്രംപ് കാർഡുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ഒരു ട്രംപ് കാർഡുകൾ എന്ന് പറയുന്നത് കൊണാമിയുടെ ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ്. അവരുടെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു ഹൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണാമി ഈ പറയുന്ന കാർഡുകളെ യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൊണാമി ഇടയ്ക്കിടെ കൊണ്ടുവരുന്ന ഈ ഒരു കോയിൻ സെയിലിൻ്റെ കാര്യത്തിലാണ്. കോയിൻ സെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലുള്ള ട്രംപ് കാർഡുകളെ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിലാണ് ഇതുപോലുള്ള കോയിൻ സെയിലും കാര്യങ്ങളൊക്കെ കൊണാമി കൊണ്ടുവരുന്നത്. ഈ ഒരു റുമ്മിയുടെ പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ചെറിയ രീതിയിലാണെങ്കിൽ പോലും കൊണാമി കോയിൻ സെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ നമ്മുടെ MSN പാക്കൊക്കെ വന്ന ടൈമിൽ കൊണാമി കോയിൻ സെയിലും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ട്രംപ് കാർഡുകളും അതുപോലെ തന്നെ കോയിൻ സെയിലും കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ് ഗെയിമിൽ. കൊണാമിയുടെ ആ ഒരു ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ് കോയിൻ പർച്ചേസ് ചെയ്യുന്ന അവരുടെ ബിസിനസ്സിൽ പെട്ടെന്നൊരു ഹൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ട്രംപ് കാർഡുകളെ നമ്മുടെ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ തന്നെ കോയിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുറയുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ കൊണാമി അവരുടെ കോയിൻ ഓഫറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഒരുപാട് യൂസേഴ്സ് കോയിൻ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ കൊണാമി ബൾക്ക് പർച്ചേസ് എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓഫർ കോയിൻ ആണെങ്കിൽ പോലും ഒരുപാട് യൂസേഴ്സ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അവർ തരുന്ന ആ ഒരു ഓഫർ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ബൾക്ക് പർച്ചേസിലൂടെ മറികടക്കാൻ സാധിക്കും, അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രോബബിലിറ്റി എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്നാലും ഇതിനോട് ചേർത്ത് പറയുന്ന ടൈമിൽ ഇതുപോലെ ട്രംപ് കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കോയിൻ സെയിലും കാര്യങ്ങളൊക്കെ കൊണാമി കൊണ്ടുവരുന്നു പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ ഒരു പാക്കിൻ്റെ പ്രോബബിലിറ്റിയുടെ കാര്യത്തിൽ കൊണാമി തീർച്ചയായിട്ടും ലോ ആയിട്ട് മാത്രമേ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് യൂസേഴ്സ് ബൾക്കായിട്ട് കോയിൻ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ലോ പ്രോബബിലിറ്റി പാക്ക് ആയതുകൊണ്ട് ഒരുപാട് കോയിൻസ് ഓരോ യൂസേഴ്സിനെ കൊണ്ട് കൊണാമിക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഒരുപാട് കാര്യം അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചില പാക്കുകൾ മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മുന്നേ വന്ന MSN പാക്കൊക്കെ തീർച്ചയായിട്ടും കൊണാമിയുടെ ട്രംപ് കാർഡുകളുള്ള പാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു പാക്കിൽ എന്ന് പറയുന്നത് ലോ പ്രോബബിലിറ്റി ആയിട്ടാണ് കൊണാമി സെറ്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് പേര് കോയിൻ ഓഫർ ആ ഒരു ടൈമിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഏകദേശം നല്ല എമൗണ്ട് ഓഫ് കോയിൻസ് ചിലവാകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൊണാമി ഇതുപോലുള്ള ട്രംപ് കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ കൊണ്ടുവരുന്ന പാക്കിൽ ഹൈ പ്രോബബിലിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിലും നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ എംബാപ്പയുടെ ആ ഒരു ഷോർട്ട് ടൈം കാർഡിൻ്റെ പാക്കിലൊക്കെ തീർച്ചയായിട്ടും ഹൈ പ്രോബബിലിറ്റി ആയിരുന്നു. അതിനുശേഷമാണ് കൊണാമിയുടെ ട്രംപ് കാർഡായിട്ടുള്ള ബിഗ് ടൈം സുവാരസിനെ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തീർച്ചയായിട്ടും ലോ പ്രോബബിലിറ്റി ആയിട്ടുള്ള പാക്ക് തന്നെയായിരുന്നു. അതിന് മുന്നേ വന്ന എംബാപ്പയുടെ പാക്കിൽ ഒരുപാട് പേർക്ക് ചെറിയ കോയിൻ തന്നെ അവരുടെ ടാർഗറ്റ് തന്നെ കൊടുത്ത വഴി കൊണാമി ഓരോ യൂസറിലും കോയിൻ പർച്ചേസ് ചെയ്യാനും പിന്നീട് വരുന്ന പാക്കിലും അവരുടെ ലക്കും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനും എൻകറേജ് ചെയ്തു എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എംബാപ്പയുടെ കാർഡ് ഒരു 100-200 കോയിന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ലോ പ്രോബബിലിറ്റി പാക്കിലും നമ്മുടെ ലക്കും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നും. ആ ഒരു ടൈമിൽ തന്നെ അവരുടെ ട്രംപ് കാർഡുകൾ വരികയും ചെയ്യും. കോയിൻ ഓഫറും അവർ
അവർ തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്യാഷ് ചിലവാക്കി കോയിൻ പർച്ചേസ് ചെയ്യാനും നമ്മൾക്ക് മുന്നേ വന്ന പാക്കിലുണ്ടായ ഒരു ലക്കും കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ കൊണാമിയുടെ ആ ഒരു മൈൻഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്യാഷും കാര്യങ്ങളൊക്കെ കൊണാമിക്ക് കൊടുക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ 4th പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് മാർക്കറ്റിംഗ് ആണ്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കൊണാമി അവരുടെ കോയിനും അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ട്രംപ് കാർഡിനൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഡിമാൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏതൊരു കാര്യമാണ് കിട്ടാൻ ഡിമാൻഡ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ഒരുപാട് ക്യാഷോ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടോ ചിലവഴിക്കേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൊണാമി അവരുടെ പ്രീമിയം കാർഡുകളെല്ലാം അത്രയും ഡിമാൻഡ് ആക്കിയിട്ടാണ് ഗെയിമിൽ വെച്ചേക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ കൊണാമിയുടെ ആ ഒരു മൈൻഡ് ഗെയിം ഇതിൽ വർക്കൗട്ട് ആവും. നമുക്ക് ആ ഒരു ഡിമാൻഡുള്ള കാര്യം നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്ന വഴി നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഡിമാൻഡ് ആയിട്ടുള്ള ആ ഒരു കാർഡുകളൊക്കെ നമ്മുടെ സ്കോഡിലേക്ക് എടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നുള്ളതാണ്. സോ ഇതുവഴിയും തീർച്ചയായിട്ടും കൊണാമി അവരുടെ മൈൻഡ് ഗെയിം നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെർഫിംഗ് ആണ്. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊണാമി എന്തിന് ഗെയിമിൽ നെർഫിംഗ് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറന്റ് സ്ക്വാഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കളിക്കുന്ന സ്ക്വാഡാണ്. അതിലുള്ള എപ്പിക് കാർഡുകളും നോർമൽ കാർഡുകളൊക്കെ ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിമിൽ വന്ന ആ ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാർഡുകൾ എടുക്കാനുള്ള ഒരു ആവശ്യം ഗെയിമിൽ ഇല്ലാതാവുകയും അവരുടെ പുതിയ കാർഡുകളുടെ ആ ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുവഴി അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ താഴോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൊണാമി ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ആ ഒരു പ്രീമിയം കാർഡിൻ്റെ പവർ പോലും 1-2 അപ്ഡേറ്റിന് ശേഷം കൊണാമി അത് കുറയ്ക്കുകയും നമ്മൾ യൂസേഴ്സിൽ ആ ഒരു കാർഡിൻ്റെ സെയിം പൊസിഷനിലേക്ക് പുതിയ കാർഡുകൾ എത്തിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് കൊണാമിയുടെ ഒരു മൈൻഡ് ഗെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈയിടെ ആയിട്ട് കൊണാമി ഒരുപാട് ഫ്രീ എപ്പിക് കാർഡുകൾ നമുക്ക് തരുന്നുണ്ട്. ഇതും തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും കൊണാമിയുടെ മൈൻഡ് ഗെയിം തന്നെയാണ്. നമ്മൾ ഗെയിമിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലുള്ള ഫ്രീ ആയിട്ടുള്ള കാർഡുകൾ ഇങ്ങനെ തന്ന് നോർമൽ ആയിട്ടുള്ള ഹൈലൈറ്റ് കാർഡുകളും പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡുകളും യൂസ് ചെയ്ത് കളിക്കുന്ന നമ്മൾക്ക് ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള കാർഡുകൾ തന്ന് നമ്മളെ തന്നെ പ്രേരിപ്പിക്കുകയാണ്. ഈ ഒരു എപ്പിക് കാർഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. പുതിയ പുതിയ കാർഡുകൾ വരുന്ന ടൈമിൽ ഒരു 100-200 ക്യാഷ് ചിലവാക്കി ആ ഒരു കോയിൻ വാങ്ങിച്ച് ഇതുപോലുള്ള കാർഡുകൾ അവരുടെ സ്ക്വാഡിലേക്ക് എത്തിക്കാനുള്ള ഒരു മൈൻഡ് ഓരോ യൂസേഴ്സിലും കൊണാമി ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു നെർഫിംഗ് കൂടി വർക്കൗട്ട് ആകുന്ന ടൈമിൽ കൊണാമിയുടെ ആ ഒരു മൈൻഡ് ഗെയിം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണെന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കമ്പനികൾ ഇതുപോലുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ തരികയും നമ്മൾക്ക് അതിനോടൊരു അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അതിന് ഡിമാൻഡ് വെച്ച് നമ്മൾ തന്നെ ക്യാഷ് ചിലവാക്കി ആ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സെയിം കാര്യം തന്നെയാണ് കൊണാമി ഈ ഒരു എപ്പിക് കാർഡുകളുടെ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള നമ്മുടെ കണ്ടന്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിനു മുന്നേ ഈ ഒരു 5ഓളം കാര്യങ്ങൾ എന്തിന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവെയർ ആയിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഗെയിം കളിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് ക്യാഷ് ഒക്കെ ചിലവാകുന്നു അല്ലെങ്കിൽ ഒരുപാട് ടൈമൊക്കെ വേസ്റ്റ് ആകുന്ന ടൈമിൽ ഇതൊക്കെ കൊണാമി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാകുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമുക്കൊരു ആശ്വാസം ഉണ്ടാകും. അല്ലെങ്കിൽ ഗെയിമിൽ ഒരുപാട് ക്യാഷൊക്കെ ഒരു കൺട്രോൾ ഇല്ലാതെ ചിലവാക്കുന്നതിൽ നിന്നും നമ്മൾ ചെറുതായിട്ടെങ്കിലും പിൻവലിയും എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.